ദാവീദിന്റെ മകൻ അബ്ശാലോം ദാവീദിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുവാനും ജീവൻ അപായപ്പെടുത്തുവാനും ശ്രമിച്ചു. ദാവീദിനെ പല ഭാഗത്തു നിന്നും പലരും ഞെരുക്കി. ആ ഞെരുക്കങ്ങളിൽ ദാവീദ് ദൈവമുഖം അന്വേഷിച്ചു. പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയപ്പോൾ ദാവീദ് രചിച്ചതാണ് 4-ാം സങ്കീർത്തനം. ഒരു ഭവനത്തിലെ അംഗങ്ങൾ തമ്മിൽ പൊരുതുമ്പോൾ ഞെരുക്കം അനുഭവപ്പെടാം. സ്നേഹിക്കേണ്ടവർ ശത്രുക്കളാകുമ്പോൾ മനസ്സ് നുറങ്ങും. മായാത്ത വേദനകൾ ഉണ്ടാകും. മകൻ ശത്രുവായപ്പോൾ ദാവീദ് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 4-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദാവീദ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ താൻ പല ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവം കരുണയോട് തനിക്ക് വിശാലത വരുത്തിയതിനെ ഓർമ്മിക്കുന്നു. നാം തകർന്നു പോകുന്ന വേളകളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവം ഇതുവരെ നടത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും നാം കരേറ്റണം. തകർന്നതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി പണിയുക തന്നെ ചെയ്യും. യബ്ബേസിനെ അവന്റെ അമ്മ വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു. അതിനാൽ അവന് വ്യസനപുത്രൻ എന്ന് അർത്ഥമുള്ള യബ്ബേസ് എന്ന് പേരിട്ടു. എല്ലാവരുടെയും മുൻപിലും അവൻ നിന്ദിതനായി. ഇത് യബ്ബേസിനെ വിഷമിപ്പിച്ചു. അവൻ വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഞെരുക്കത്തിൽ വിശാലത ലഭിക്കുവാൻ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത് വചനം. ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം പണിത് അത്ഭുത പാത്രമായി മാറ്റും. ദൈവം യബ്ബേസിന്റെ ഞെരുക്കങ്ങളെ മാറ്റി അവന്റെ അതിർ വിസ്താരമാക്കി. നമ്മുടെ ഞെരുക്കങ്ങളെ കാണുന്ന ദൈവം ഉണ്ട്. നമുക്കൊരു സാക്ഷി സ്വർഗത്തിൽ ഉണ്ട്. നമുക്കൊരു ജാമ്യക്കാരൻ സ്വർഗത്തിൽ ഉണ്ട്. എല്ലാവരാലും വെറുക്കപ്പെട്ട ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 19-ാമത് വചനം. സ്വന്തം ഭാര്യ ഇയ്യോബിനെ വെറുത്തു. സ്നേഹിതർ ധാരാളം കുറ്റങ്ങളും നിന്ദകളും ചൊരിഞ്ഞു. തനിക്കുള്ളവ സകലതും നഷ്ടപ്പെട്ടു. മാറാരോഗിയുമായി ഭൂമിയിൽ ഇയ്യോബിന്റെ പക്ഷം നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. എന്നാൽ തൻ്റെ സകല കാര്യങ്ങളും കാണുന്ന ഒരു സാക്ഷി സ്വർഗത്തിലുണ്ടെന്ന് ഇയ്യോബ് വിശ്വസിച്ചു. തൻ്റെ ദൈവത്തിന് തന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന് ഇയ്യോബ് വിശ്വസിച്ചു. ഇയ്യോബ് വിശ്വസിച്ചത് എത്ര സത്യമായിരുന്നു! യഹോവ സാത്താനോട് പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത് വചനം. എത്ര വലിയ സാക്ഷ്യമാണ് നമ്മുടെ ദൈവം ഇയ്യോബിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ എല്ലാ വേദനകളും കാണുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഇയ്യോബ് തന്റെ ഞെരുക്കങ്ങളിൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന് വിശാലത വരുത്തി, സകലതും ഇരട്ടിയായി കൊടുത്തു. ദാവീദ് ഞെരുക്കങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ കൂടി 3 ഗുണങ്ങൾ ദാവീദിന് ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 1, തൻ്റെ മുഖപ്രകാശം അഥവാ തനിക്ക് പ്രത്യാശ ലഭിച്ചു. പ്രാർത്ഥനയിൽ കൂടി ദാവീദിന്റെ മനസ്സിലെ വേദനകളെല്ലാം മാറി പ്രത്യാശ കൈവന്നു. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. 4-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത് വചനം. അടുത്ത ഒരു കാര്യം സന്തോഷം എന്നുള്ളതാണ്. ഞെരുക്കങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ഒരു ഗുണമാണ് സന്തോഷം. ദാവീദ് പ്രതിസന്ധികളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. 4-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത് വചനം. പലരും സന്തോഷിക്കുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴാണ്, ഭൗതിക അനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. അത് ശാശ്വതമല്ല. ദാവീദ് സന്തോഷിക്കുന്നത് ആത്മരക്ഷയിലാണ്.
സകല കാര്യങ്ങളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നാം ഭാരപ്പെടേണ്ടതില്ല. കാരണം ആ ഭാരം ദൈവം ഏറ്റെടുക്കും. പിന്നെ വരുന്നതെല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിച്ചാൽ സകല കാര്യങ്ങളിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ആ സന്തോഷം സകല ബന്ധനങ്ങളെയും അഴിക്കും. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കിടക്കുമ്പോഴും സന്തോഷിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. അതിന് അവർക്ക് കഴിഞ്ഞത് ഈ ആത്മരക്ഷയാണ്, അവർ സ്വന്തമാക്കിയത് കൊണ്ടാണ്. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സമാധാനം. ഞെരുക്കങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അടുത്തതായി ലഭിക്കുന്ന ഗുണമാണ് സമാധാനം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. 4-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത് വാക്യം. നാം ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് കൃപ തോന്നുന്നു, ഞെരുക്കങ്ങളിൽ വിശാലത നൽകുന്നു. ഞെരുക്കങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകും. അവർ സമാധാനത്തോടെ നിർഭയമായി വസിക്കും, സമാധാനത്തോടെ കിടന്നുറങ്ങും. അവർ ഉണരുമ്പോൾ പറയും, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. 3-ാം സങ്കീർത്തനം 5-ാമത് വചനം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com